ഹായ് ഫ്രണ്ട്സ്, തുടർച്ചയായി 14 ദിവസത്തെ ഒരു മോഡറേറ്റ് റാലിയിലൂടെ പോസിറ്റീവ് ക്ലോസിംഗ് മാത്രം നൽകിക്കൊണ്ടിരുന്ന നിഫ്റ്റി ഇന്ന് കാര്യമായിട്ട് താഴേക്ക് വന്ന് ഡൗണിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. കാരണം ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് രാവിലെ തന്നെ നിഫ്റ്റിയിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് 0.32% ഒരു ഇടിവോട് കൂടിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 3 സ്റ്റോക്കുകളെ കുറിച്ചാണ്. അപ്പോൾ ആ ഒരു സ്റ്റോക്കുകളിലേക്ക് നമുക്ക് പോകാം. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഏകദേശം 15% ഒരു കുതിപ്പ് നടത്തിയ സ്റ്റോക്കാണ് CCL പ്രൊഡക്ട്സ് എന്ന് പറയുന്ന സ്റ്റോക്ക്. ഈ സ്റ്റോക്കിൽ പൊതുവെ വലിയ ട്രേഡിംഗ് വോളിയം ഒന്നും ഉണ്ടാവാറില്ല സാധാരണഗതിയിൽ. കാരണം നമ്മൾ ഒരു വർഷത്തെ ആവറേജ് വോളിയം നോക്കുകയാണെങ്കിൽ അത് 2,60,000 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് കാണാൻ കഴിയുക. ആവറേജ് ഡെയിലി വോളിയം ഒരു വർഷത്തെ എടുക്കുകയാണെങ്കിൽ 2,60,000 എന്നുള്ള റേഞ്ചിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇന്നത്തെ വോളിയം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ഇന്ന് അതിൻ്റെ ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്ത് ഏകദേശം 92 ലക്ഷത്തിന് മുകളിലാണ്. അതിൽ ഡെലിവറബിൾ വോളിയം കാണുന്നത് 5,40,000 മാത്രമാണ്. അപ്പോൾ ഏകദേശം 5% ഡെലിവറബിൾ വോളിയം മാത്രമേ ഉള്ളൂ എങ്കിലും ആ 5 ലക്ഷം തന്നെ അതിൻ്റെ ആവറേജ് ഇയർലി വോളിയത്തേക്കാൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തു. എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ഇത്രയധികം ഒരു വോളിയം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ യാതൊരു ന്യൂസും ഈ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ഒരു കാരണം ഇതിൻ്റെ പിന്നിൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ഇത്ര വലിയൊരു മൊമെൻറ്റം ഉണ്ടായത് എന്നുള്ളത് ആണ് അത്ഭുതപ്പെടുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഇതേപോലെയുള്ള ഒരു മൂവി സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു. അന്നും നല്ലൊരു വോളിയം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നീട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ ഈ സെപ്റ്റംബർ ആദ്യമായി രണ്ടാമതും ഒരു അതേപോലുള്ള ഒരു ക്യാൻഡിലാണ് പ്രത്യക്ഷപ്പെട്ടത്. വലിയൊരു വോളിയമാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ തീർച്ചയായും ഇതിലും ഒരു പ്രോഫിറ്റ് ബുക്ക് ഇന്ന് തന്നെ ആരംഭിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് ആ ഒരു ഫോം ചെയ്തിട്ടുള്ള ആ ഒരു ട്രെൻഡ് ലൈനിന് താഴത്തെ ട്രെൻഡ് ലൈനിലേക്ക് രണ്ടാമതും ടച്ച് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ആ ഒരു റീടെസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് നമ്മൾ വാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ CCL പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് അത്ര മോശം സ്റ്റോക്കൊന്നുമല്ല. കാരണം ഈ സ്റ്റോക്ക് പ്രധാനമായിട്ടും കോഫി പ്രൊഡക്ഷനും അതിൻ്റെ ട്രേഡിങ്ങും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ നടത്തുന്ന ഇൻ്റർനാഷണലി റിനൗൺഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവരുടെ കോഫി എക്സ്പോർട്സ് എന്ന് പറയുന്നത് ഇന്ത്യ മാത്രമല്ല വിയറ്റ്നാം, സ്വിറ്റ്സർലാൻഡ് പോലുള്ള രാജ്യങ്ങളിലും ഇവരുടെ പ്രസൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ ഇവരുടെ ഒരു റവന്യൂ നോക്കുകയാണെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് ആനുപാതികമായിട്ടുള്ള പ്രോഫിറ്റും അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സൈനൊക്കെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. പക്ഷേ ഈ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള വോളിയം ഈ സ്റ്റോക്കിൽ ഉണ്ടായത് തികച്ചും ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം കോഷ്യസ് ആയിട്ട് ഇടപെടേണ്ട ഒരു സ്റ്റോക്കായിട്ടാണ് ഇത് തോന്നുന്നത്. എന്തായാലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഈ സ്റ്റോക്കിൽ ഉണ്ടാവും. അങ്ങനെ ഒരു റീടെസ്റ്റ് പാറ്റേൺ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് മാത്രം എൻട്രി ചെയ്തുകൊണ്ട് ഒരു ഫ്രഷ് എൻട്രി ആലോചിക്കുന്നെങ്കിൽ ചെയ്യേണ്ട കാര്യം അങ്ങനെയാണ്. അല്ലാണ്ട് ഇപ്പോഴത്തെ ഈ 52 വീക്ക് ഹൈയിലെത്തിയിരിക്കുന്ന ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപകടകരമായിരിക്കും. ഒരു ഫ്രഷ് ബൈ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കറക്ഷന് വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്ത ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് വളരെയധികം ഡൗൺ ആയ ബാങ്ക് നിഫ്റ്റിയിൽ ഉൾപ്പെട്ട ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇന്ന് നല്ല രീതിയിൽ ഡൗൺ ആയിരുന്നു. നമുക്കറിയാം ബാങ്ക് നിഫ്റ്റിയിൽ 12 സ്റ്റോക്കുകളാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഒരേ ഒരു സ്മോൾ ഫിനാൻസ് ബാങ്ക് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. അത് AU സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. അപ്പോൾ ഇന്നത്തെ ആ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ മൊത്തത്തിലുള്ള ഡൗൺ ട്രെൻഡിൽ ഈ 12 ബാങ്ക് നിഫ്റ്റിയിൽ ഉൾപ്പെട്ട സ്റ്റോക്കുകളിൽ 9ഓളം സ്റ്റോക്കുകളും ഡൗൺ ആയിരുന്നു. അതിൽ HDFCയും കൊടാക് ബാങ്കും ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് മാത്രമാണ് നൽകിയത്. എന്നാൽ ഇവിടെ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് അവിടെ ഏകദേശം 2% ഒരു മുന്നേറ്റം നടത്തിയതായിട്ട് കാണാം. അപ്പോൾ എന്താണ് ഈ AU സ്മോൾ ഫിനാൻസ് മാത്രം ഇത്രമാത്രം മുന്നേറുകയും ബാക്കി എല്ലാ ബാങ്ക് നിഫ്റ്റിയിലുള്ള മറ്റ് 11 സ്റ്റോക്കുകളും താഴോട്ടേക്ക് പോവുകയും ചെയ്തിട്ടും ഈ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്തുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കൊരു വാർത്ത കാണാൻ കഴിയും. കാരണം AU സ്മോൾ ഫിനാൻസ് ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് സമർപ്പിച്ചിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ ബാങ്ക് ഒരു യൂണിവേഴ്സൽ ബാങ്ക് ആയിട്ട് വോളണ്ടറി ട്രാൻസിഷൻ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ യൂണിവേഴ്സൽ ബാങ്ക് എന്നുള്ള കാരണം ഇപ്പോൾ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. അപ്പോൾ സ്മോൾ ഫിനാൻസ് ബാങ്കിന് കുറേ നിയന്ത്രണങ്ങളുണ്ട്. അവർ ലോൺ കൊടുക്കുന്ന പ്രയോറിറ്റി സെക്ടേഴ്സിന് മാത്രമേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ സാധാരണ ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് പോലെ അവർക്ക് പ്രവർത്തിക്കണമെങ്കിൽ അത് ഒരു യൂണിവേഴ്സൽ ബാങ്ക് ആയിട്ട് മാറും. അപ്പം അങ്ങനെ മാറണമെങ്കിൽ RBI നിശ്ചയിച്ച ചില റെഗുലേറ്ററി നോംസ് ഉണ്ട്. അതിലൊന്ന് 1000 കോടിയുള്ള നെറ്റ് വർത്ത് അതിനുണ്ടായിരിക്കണം. 5 വർഷത്തെ പ്രവർത്തന പരിചയം ഉണ്ടായിരിക്കണം. അതുപോലെ 3% താഴെയായിരിക്കണം അതിൻ്റെ നോൺ പെർഫോമിംഗ് അസറ്റുകൾ.
2 ഫിസിക്കൽ ഇയറിൽ അങ്ങനെയായിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഇവർക്ക് ഒരു യൂണിവേഴ്സൽ ബാങ്കായിട്ട് മാറാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ യൂണിവേഴ്സൽ ബാങ്കായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നുള്ള ഒരു ടാഗ് ഒഴിവായി കിട്ടും. അത് ഒഴിവായി കിട്ടുമ്പോൾ ആ കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂ ഉയരും. സ്വാഭാവികമായിട്ടും ഒരു സാധാരണ ഒരു ഫുൾ ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ അതേ ഒരു പവറിലേക്ക് അവർക്ക് വരാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള നോംസ് ഒക്കെ ഫുൾഫിൽ ചെയ്ത് നിൽക്കുന്ന ഒരു ബാങ്കാണ് AU സ്മോൾ ഫിനാൻസ് ബാങ്ക്. മറ്റൊരു സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇതേപോലെയുള്ള ക്രൈറ്റീരിയയൊക്കെ പാലിച്ചുകൊണ്ട് നിൽക്കുന്നത് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. അപ്പോൾ ഉജ്ജീവൻ ഇതുവരെ ഈ ഒരു ട്രാൻസിഷൻ അപ്ലൈ ചെയ്തിട്ടില്ല, പക്ഷേ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ സ്റ്റോക്കിലുള്ള ഇന്നത്തെ റാലിക്ക് കാരണമായത്. ഈ സ്റ്റോക്കിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ള 700 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഈ സ്റ്റോക്ക് നടത്തുന്നതായിട്ട് കാണാം. അവിടെ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇത് അതിൻ്റെ പ്രീവിയസ് ഹൈ ആയിട്ടുള്ള 800 മുകളിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും ഈ സ്റ്റോക്കിലുണ്ട്. അതുകൊണ്ട് നമ്മൾ വരും ദിവസങ്ങളിൽ ഈ സ്റ്റോക്ക് ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈ സ്റ്റോക്കിൽ എൻട്രി എടുത്തുകൊണ്ട് ഒരു ഷോർട്ട് ടേം പ്രോഫിറ്റിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. ഏതായാലും നിങ്ങളുടേതായ പഠനം നടത്തിക്കൊണ്ട് മാത്രം അത്തരം തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത മൂന്നാമത്തെ നമ്മുടെ സ്റ്റോക്കിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് മൊത്തം നിഫ്റ്റി ഡൗൺ ആയപ്പോഴും നിഫ്റ്റിയിലുള്ള പെയിൻറ്റ് സ്റ്റോക്കുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയതായിട്ട് കാണാം. അപ്പോൾ മൊത്തത്തിലുള്ള പെയിൻറ്റ് സെക്ടറിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു മുന്നേറ്റത്തിനുള്ള കാരണമായിട്ടുള്ളത് ക്രൂഡ് ഓയിലിൽ വന്നിട്ടുള്ള ഡൗൺ ആണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും കുറഞ്ഞ വിലയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ തീർച്ചയായും അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവാൻ പോകുന്നത് പെയിൻറ്റ് സെക്ടർ ആയിരിക്കും. കാരണം അവരുടെ പ്രോഫിറ്റബിലിറ്റി നല്ല രീതിയിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്റ്റോക്കുകളിൽ വമ്പിച്ച മുന്നേറ്റം ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കാണാൻ കഴിയും. ഏഷ്യൻ പെയിൻറ്റ്സ് ഇന്ന് 2% മുന്നേറിയിട്ടുണ്ട്. ബർഗർ പെയിൻറ്റ്സ് 3% മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ എല്ലാ സ്റ്റോക്കുകളിലും ആ ഒരു മുന്നേറ്റം കാണും. എന്നാൽ ഏറ്റവും അധികം മുന്നേറ്റം കാണിച്ചിട്ടുള്ളത് ഇൻഡിഗോ പെയിൻറ്റ്സ് ആണ്. 6% വമ്പിച്ച ഒരു മുന്നേറ്റമാണ് ഇൻഡിഗോ പെയിൻറ്റ്സിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇൻഡിഗോ പെയിൻറ്റ്സിൽ അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായുള്ള കാരണം എന്നാൽ ഇൻഡിഗോ പെയിൻറ്റ് ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ആ ഒരു ലെവലിലാണ് അത് ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ അത്ര ഇൻഡസ്ട്രി PEയേക്കാൾ ഉയർന്നിട്ടില്ല. കൂടാതെ അതിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 20%, പ്രോഫിറ്റ് ഗ്രോത്ത് CAGR 28%. അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെ ഒരു CAGR 17%ആണെന്ന് കാണാം. അപ്പോൾ നല്ലൊരു ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് ഇത് നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് CAGR നോക്കുക, അത് -16% ആണ്. അതായത് കമ്പനിയുടെ ബിസിനസ് വളർച്ചയ്ക്ക് ആനുപാതികമായിട്ടൊരു വളർച്ച അതിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് അതിൽ വൻതോതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണമായിട്ടുണ്ടാവുക. ആ രീതിയിലായിരിക്കും ഈ സ്റ്റോക്ക് ഇപ്പോൾ ഇന്നൊരു റാലി നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഇൻഡിഗോ പെയിൻറ്റിൻ്റെ ആ ഒരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ള 1600 എന്നുള്ള ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ സ്റ്റോക്കിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു ലെവൽ നമ്മൾ വാച്ച് ചെയ്യുന്നതായിരിക്കും ഈ സ്റ്റോക്കിൽ ഫ്രഷ് എൻട്രി എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ലത്. അതായത് ഇവിടെ പരാമർശിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ ഒരിക്കലും ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടേതായ പഠനം തീർച്ചയായും നടത്തണം. കാരണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പണമാണ്, നിങ്ങളുടേതായ റിസ്ക്കാണ് നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറെ കാണുക. കൂടുതൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് മാത്രം സ്റ്റോക്കുകൾ എൻ്റർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. See you next time with another video.